സാറേ, ഇപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാർ പത്രപ്രവർത്തകർക്കെതിരെ, മാധ്യമങ്ങളിലെ റിപ്പോർട്ടർമാർക്കെതിരെ നിരന്തരം ഒരു വേട്ടയാടൽ ശൈലിയിലേക്ക് കടന്നിരിക്കുകയാണ്. അത് ആരൊക്കെയാണ്, എന്തൊക്കെയാണ് സാറിനും അറിയാം, എനിക്കും അറിയാം. അല്ല, അത് ഇതേ സംഭവം ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് നടക്കുന്നതെന്ന് വയ്ക്കുക. എന്തായിരുന്നു തന്നെ പത്രപ്രവർത്തകരുടെ ബഹളം. പണ്ട് കുഞ്ഞാലിക്കുട്ടി കോഴിക്കോട് വിമാനത്താവളത്തിൽ വന്നിറങ്ങിയപ്പോൾ കൂടിയ ആളിന് ഭീകരമായിട്ട് അങ്ങനെ എന്തോ വലിയ അപരാധം ചെയ്തു എന്നുള്ള മട്ടിൽ. അപ്പം ഈ കൺവീനിയൻ്റ് ആയിട്ടുള്ള സമരങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന ആൾക്കാരാണ് ഈ പത്രപ്രവർത്തക യൂണിയൻ എന്ന KUWJ. KUWJയുടെ ഒരു ഐക്കൺ എന്ന് പറയുന്നത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ്. ഭയകൗടില്യ ലോഭങ്ങൾ വളർക്കില്ലൊരു നാടിനെ. ഈ മൂന്നും ഇപ്പോൾ കേരളത്തിലെ പത്രപ്രവർത്തകരുടെ നേതൃത്വത്തിലുണ്ട്. ഭയം, കൗടില്യം, ലോഭം, അത്യാഗ്രഹം, കാശുണ്ടാക്കുക, ചില കമ്പനികൾക്ക് വേണ്ടിയിട്ട് PR വർക്ക് നടത്തുക, ചിലരെ പ്രൊമോട്ട് ചെയ്യുക, ചില ഭീകരവാദികളെ പത്രപ്രവർത്തകൻ സിദ്ദിഖാപ്പൻ എവിടുത്തെ പത്രപ്രവർത്തകനാണ്? തേജസ് പത്രത്തിൻ്റെ പത്രപ്രവർത്തകൻ. തേജസ് പത്രം ഇപ്പം ഇല്ല. അത് കഴിഞ്ഞ് അഴിമുഖം പോർട്ടലിലാണ്. അഴിമുഖവും ഇല്ല. വെബ് പോർട്ടലിലുള്ള ആൾക്കാരെ KUWJ മെമ്പർ ആക്കുമോ? ആക്കില്ല. അങ്ങനെയാണെങ്കിൽ ഷാജൻ സ്കറിയയ്ക്കല്ലേ 1ാം സ്ഥാനം കിട്ടേണ്ടത്? തീർച്ചയായിട്ടും. അങ്ങേരല്ലേ കേരളത്തിൽ സക്സസ്ഫുള്ളായിട്ട് അങ്ങേരെ വേട്ടയാടിയതിന് കൈയും കണക്കുമില്ല. അങ്ങേരുടെ വീട് റെഡി ചെയ്യുക, എംപ്ലോയീസിൻ്റെ വീട് റെഡി ചെയ്യുക, എന്തെല്ലാം ചെയ്ത് ആ മനുഷ്യനെ ഉപദ്രവിക്കാനായിട്ട്. അപ്പോഴൊന്നും KUWJ മിണ്ടിയില്ല. അങ്ങനെ അവരുടെ മെമ്പറല്ല. അപ്പോൾ അവരുടെ മെമ്പർമാരുടെ പേരിൽ കേസ് വന്നപ്പോൾ പോലും ആദ്യം ഉരുണ്ട് കളിച്ചു ഇവർ. സത്യം, മാതൃഭൂമിയിലെ 3 പത്രപ്രവർത്തകരുടെ പേരിൽ UAPA കേസുണ്ട്. അതിപ്പോൾ ആരും മിണ്ടാറില്ല, ആരും മിണ്ടുന്നില്ല. പത്രപ്രവർത്തകരും ഇവിടുത്തെ പത്രപ്രവർത്തകരും നോക്കും. എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, ഞാൻ മോശമാക്കി പറയുകയില്ല. ഒറിയാന ഫെലാച്ചി എന്ന് പറഞ്ഞിട്ടൊരു ഇറ്റാലിയൻ ജേർണലിസ്റ്റുണ്ട്. അവർ പോപ്പിനോട് അഭിമുഖം ചോദിച്ചു. പോപ്പ് കൊടുത്തില്ല. അന്ന് ഉച്ചതിരിഞ്ഞപ്പോൾ പോപ്പിൻ്റെ വാതിക്കൽ ആരോ മുട്ടുന്നു. പോപ്പ് വാതിൽ തുറന്നു. ഒറിയാന ഫെലാച്ചി നിൽക്കുന്നു. നിങ്ങൾക്ക് ഞാൻ അപ്പോയിൻമെൻറ്റ് നിഷേധിച്ചതാണ്, പക്ഷെ ഞാൻ വന്നു, ഇൻ്റർവ്യൂ എടുത്തു, വന്ന സ്ഥിതിക്ക് എടുക്കട്ടെ. പിന്നീട് പോപ്പ് അന്വേഷിച്ചു. ബാക്കിയുള്ളത് കിംവദന്തിയാണ്. പോപ്പ് അന്വേഷിച്ചപ്പോൾ പോപ്പിൻ്റെ സെക്യൂരിറ്റി ആലോചിച്ച് നോക്ക്. നരേന്ദ്രമോദിയേക്കാൾ വലിയ സെക്യൂരിറ്റിയാണ് വാത്തിക്കാനിൽ പോപ്പിന്. ആ സെക്യൂരിറ്റി ഭേദിച്ച് ഈ സ്ത്രീ അകത്ത് കയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻക്വയറി നടക്കുമല്ലോ. ഗാർഡുകൾക്ക് കൈക്കൂലി കൊടുത്താണ് അവർ കയറിയത് എന്ന് വിവരം വന്നു. അവരോട് ആരോ ചോദിച്ചു, ഇങ്ങനെ കൈക്കൂലി കൊടുത്താണെന്ന്. അവർ പറഞ്ഞു, എന്താ പോപ്പിൻ്റെ സെക്യൂരിറ്റിക്ക് കാശ് കിട്ടിയാൽ പൊളിക്കുന്നു എന്നൊരു മറുചോദ്യം ചോദിച്ച് അവർ വിട്ടു എന്നൊക്കെ കിംവദന്തി. ബട്ട് ഷീ വെൻ ദെയർ, ദാറ്റ് ഈസ് ട്രൂ. അവർ പോപ്പിൻ്റെ ഇൻ്റർവ്യൂ എടുത്തു. PLOയുടെ നേതാവ് യാസർ അറാഫത്തിൻ്റെ ഇൻ്റർവ്യൂ എടുത്തു ആ സ്ത്രീ. യാസർ അറാഫത്ത് ഇതുപോലെ ഞാൻ തയ്യാറില്ല, പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. യാസർ അറാഫത്ത് പറയുന്നത് ആസിഫ് അവരും മച്ച് പൊട്ടിച്ച് താഴെ വീണ പോലെയാണ് എൻ്റെ മുമ്പിൽ ആ സ്ത്രീ വന്നു. പിന്നെ ഞാൻ ഇൻ്റർവ്യൂ കൊടുത്തു. ദിസ് വാസ് ഒറിയാന ഫെലാച്ചി. കേരളത്തിലെ പത്രപ്രവർത്തകരൊക്കെ എടുക്കുന്ന റിസ്ക് വളരെ നിസ്സാരമല്ലേ, വളരെ നിസ്സാരം. യുവമോർച്ചക്കാരകത്തേക്ക് പോയി, പിന്നാലെ ഇവരും പോയി ക്യാമറയും വെച്ചു. പിന്നെ അതിൻ്റെ പേരിൽ കേസ്. എന്ത് കേസ് എനിക്ക് മനസ്സിലാവണില്ല. വാസ്തവത്തിലുണ്ടല്ല, പത്രപ്രവർത്തകരോട് ഞാൻ പറയുന്നത്, നിങ്ങൾ അത്ഭുതകരമായിട്ട് ഒരു തവണയെങ്കിലും ഈ നവകേരള ബസ്സിനുള്ളിൽ പ്രത്യക്ഷപ്പെടണമായിരുന്നു. നവകേരള ബസ്സിനുള്ളിൽ അതൊക്കെയാണ് സ്റ്റിങ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. നവകേരള ബസ്, ഈ മന്ത്രിമാരിറങ്ങി നവകേരള സദസ്സ് നടക്കുമല്ലോ, ബസ് അവിടെ വെറുതെ കിടക്കുകയല്ലേ. ഒരു ഇച്ചിരി ചിക്കലി മുടക്കി കഴിഞ്ഞാൽ ആ ബസ്സിനുള്ളിൽ കയറിയിരിക്കാം നിങ്ങൾക്ക്, ഏറ്റവും പുറകിൽ, അല്ലെങ്കിൽ ടോയ്ലറ്റിൽ കയറി ബോൾട്ട് ചെയ്തിരിക്കുക. ഈ മന്ത്രി വരുമ്പോൾ ആ മന്ത്രി ടോയ്ലറ്റിലാണെന്ന് വിചാരിക്കും, ആ മന്ത്രി ഈ മന്ത്രിയാണ് ടോയ്ലറ്റിൽ എന്ന് വിചാരിക്കും. ആരും ശ്രദ്ധിക്കില്ല. ഇതൊക്കെയാണ് സ്റ്റിങ് ഓപ്പറേഷൻ. എന്നിട്ട് ടോയ്ലറ്റ് തുറന്ന് പുറത്ത് വരെ അമ്പരപ്പിക്കുക. ഇവരെന്ത് ചെയ്യും? ബസ് നിർത്താൻ പറ്റുമോ? എന്ത് ചെയ്യും സാർ? അതൊന്നും നടക്കൂലേ സാർ. ഇത് നടത്താൻ സാമർഥ്യം വേണം. ഇതൊക്കെയാണ് പത്രപ്രവർത്തകർ. അവർക്ക് ഈ ഒരു കേസിലെ പാവങ്ങൾ പേടിച്ചിരിക്കുകയായിരിക്കും. അവരെ പേടിപ്പിക്കാനാണ് ഇതെല്ലാം ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ഇത്ര പേടിയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റാത്തതാണ് ഈ പത്രപ്രവർത്തനം. പറ്റാത്തതല്ല, അവര് ഈ പറയുന്ന പോലെ അവർക്കും. ഞാൻ പറയട്ടെ,
പത്രപ്രവർത്തകരെ ഇത്രയധികം കേസെടുത്തില്ല. ഒരു പെറ്റീഷൻ ഹൈക്കോടതിയിൽ നിങ്ങൾ മൂവ് ചെയ്യുക. ഇത് ഞങ്ങളുടെ ഫണ്ടമെൻ്റൽ റൈറ്റിന്, ഞങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതാണ്. പത്രപ്രവർത്തകർക്ക് പ്രത്യേകം റൈറ്റൊന്നുമില്ല കേട്ടോ. സ്റ്റേറ്റ് പോലീസ് ചീഫിൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലാനുള്ള അധികാരമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ ഇത് ചലഞ്ച് ചെയ്യുക ഹൈക്കോടതിയിൽ. ഹൈക്കോടതി അത് നിങ്ങളുടെ ഹർജി ഫയലിൽ സ്വീകരിച്ച് സർക്കാരിന് നോട്ടീസ് അയക്കും. അപ്പം തന്നെ ഒരുമാതിരിപ്പെട്ട പോലീസുകാരനൊക്കെ ഒന്ന് പറയും. അതുകൂടാതെ നിങ്ങളെ ഉപദ്രവിക്കുന്ന പോലീസുകാരുണ്ടല്ലോ, നിങ്ങളുടെ പേരിൽ ഇപ്പോൾ ചുമത്തി കേസെടുത്തു. ആ കേസെടുത്ത ആളിൻ്റെ പേരിൽ നിങ്ങളൊരു പ്രൈവറ്റ് കംപ്ലയിൻറ്റ് കൊടുക്കുക മജിസ്ട്രേറ്റിന്. ഈ മനുഷ്യൻ, ഞാൻ പത്രപ്രവർത്തകനാണ്, എനിക്ക് ആക്സസ് ഉള്ള സ്ഥലത്തൊക്കെ ഞാൻ കയറിപ്പോവും, എനിക്കിങ്ങനെ വരവരച്ച് അതിനുള്ളിൽ ഞാൻ നിൽക്കണമെന്ന് നിയമമൊന്നുമില്ല, എല്ലാ പൗരനുമുള്ള സ്വാതന്ത്ര്യം എനിക്കുമുണ്ട്. ഒരു സ്ഥലത്ത് ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അവിടെ കയറിയിട്ട് അതിൻ്റെ വീഡിയോ എടുക്കാനുള്ള അവകാശം എനിക്കുമുണ്ട്. അത് ഈ ആൾ കള്ളക്കേസിട്ട് എന്നെ തടസ്സപ്പെടുത്തി കാണുന്നു പറഞ്ഞിട്ട് ആ ഇൻഡിവിജ്വൽ പോലീസുകാരനെതിരെ നിങ്ങൾ പ്രൈവറ്റ് കംപ്ലയിൻറ്റ് കൊടുക്കുക മജിസ്ട്രേറ്റിന് മുമ്പിൽ. ഫൈറ്റ് ഇറ്റ് ബാക്ക്. വയ്യറിവ് അയ്യോ കേസെടുത്ത് കരയരുത്. തിരിച്ച് ഇതുപോലത്തെ സ്റ്റാലിനിസം, ഫാസിസം ഒക്കെ ഇത് തന്നെ നരേന്ദ്രമോദിയാണ് ഈ ഒരു കേസ് എടുത്തതെന്ന് വെച്ചു എന്തെങ്കിലും കാരണവശാൽ ജീവിക്കാൻ പറ്റുമോ ഇവിടെ? ന്യൂസ് ക്ലിക്കിന് ചൈനയിൽ നിന്ന് കാശ് മേടിച്ചു എന്ന് പറഞ്ഞിട്ട് UAPA കേസ് ചുമത്തിയിട്ട് അതിനും നിലവിളിച്ച ടീമാണ് കേരളത്തിലുള്ളത്. സീതാറാം യെച്ചൂരി വരെ പ്രതികരിച്ചു. യെച്ചൂരി വരെ അതിന് പ്രതികരിച്ചു. ഇതിനും യെച്ചൂരി പ്രതികരിക്കുമോ? ഇല്ല. അപ്പോൾ ആരോട് എന്താ? പത്രപ്രവർത്തനത്തോട് കമ്മിറ്റ്മെൻ്റുള്ള പത്രപ്രവർത്തകർ എത്രയുണ്ട് സർ? കമ്മിറ്റ്മെൻറ്റിൻ്റെ പ്രശ്നമാണ്. പത്രപ്രവർത്തക യൂണിയൻ ജനറൽ സെക്രട്ടറി അല്ലേ കിരൺ ബാബു? ഈ കിരൺ ബാബുവിൻ്റെ പേരിൽ ഒരു കേസില്ലേ, ഒരു FIR ഉണ്ട്. ഇതുവരെ കിരൺ ബാബുവിനെ ചോദ്യം ചെയ്തോ? ഇല്ലല്ലോ. ഇതുവരെ അതിനെക്കുറിച്ച് അറിവ് ഇല്ല, ചോദ്യം ചെയ്തിട്ടില്ല. അതാണ് ഈ കളി. ഒരു കോക്കസ് ഉണ്ട് KUWA തലപ്പത്ത്, അതില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവരാണ് ഈ കാപ്പിനെ ലിഫ്റ്റ് ചെയ്തിട്ട് കപിൽ സിബലിനെ വാദിക്കാനൊക്കെ വെച്ചിട്ട് അവസാനം ഇപ്പോൾ അവരുടെ കമാൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ആളിനെ കൂടെ പിടിച്ച് എല്ലാം കൂടെ വഷളായി. സിദ്ദിഖാപ്പിന് ഇവരുടെ എല്ലാം പേര് പറഞ്ഞു. ആ റെക്കോർഡെല്ലാം UP പോലീസിൻ്റെ കയ്യിലുണ്ട്. അതെല്ലാം ഇപ്പോൾ കോടതിയിൽ പോയി ചാർജ് ഷീറ്റായിട്ട്. അതിനകത്ത് ഈ അഴിമുഖത്തിലുണ്ടായിരുന്ന KN അശോക് ഇപ്പോൾ അയാൾ മനോരമയിൽ പോയി എന്നൊക്കെ പറയുന്നു. എനിവേ അയാൾ അപ്രൂവറായിട്ട് മാറി. മാപ്പുസാക്ഷിയെ പോലെ അയാൾ എല്ലാവരുടെയും പേര് പറഞ്ഞു. സിദ്ദിഖാപ്പിന് ഇവരുടെയൊക്കെ പേര് പറഞ്ഞു. എന്നിട്ടും സിദ്ദിഖാപ്പൻ പത്രപ്രവർത്തകൻ, സിദ്ദിഖാപ്പൻ മഹത്വവൽക്കരിക്കുന്നു. അതിൻ്റെ പരിപാടിക്ക് പിണറായി വിജയനെ വിളിച്ചുകൊണ്ട് വരുന്നു. മുസ്ലിമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് പിണറായി വിജയനും വരുന്നു. ഇതൊക്കെ ഈ പത്രപ്രവർത്തകർ കാണിക്കുന്നവരാണ്. അതുകൊണ്ട് നാട്ടുകാരുടെ മുമ്പിൽ പത്രപ്രവർത്തകർ സ്വന്തം വില കളഞ്ഞു. കുറച്ചു കാലം മുമ്പ് ഹൈക്കോടതിയുടെ മുമ്പിൽ വക്കീലന്മാരും പത്രപ്രവർത്തകരും തമ്മിൽ നല്ല പൊരിഞ്ഞ തല നടന്നു. നാട്ടുകാർ ആരുടെ സൈഡിലായിരുന്നു? വക്കീലന്മാരുടെ സൈഡിലായിരുന്നു. തീർച്ചയായിട്ടും തിരുവനന്തപുരത്ത് നടന്നല്ലേ? തിരുവനന്തപുരത്ത് നടന്നു. അതിഭീകരമായതല്ല നടന്നത്. നാട്ടുകാർ ഇപ്പോൾ വക്കീലന്മാരുടെ സൈഡിൽ അവന്മാർക്ക് 2 എണ്ണം കിട്ടേണ്ടതാണ്. ഈ രീതിയിൽ നാട്ടുകാരെ വെറുപ്പിച്ചു കേരള പത്രപ്രവർത്തകർ, പ്രത്യേകിച്ച് ചാനൽ പ്രവർത്തകർ. നിങ്ങൾ സെലക്റ്റീവായിട്ട് ന്യൂസ് കൊടുക്കുക, ന്യായം പറയാൻ സമ്മതിക്കാതിരിക്കുക, ന്യായം പറയുന്നവരെ ക്യാൻസൽ ചെയ്യുക, ബ്ലാക്ക് ഔട്ട് ചെയ്യുക, ഇതെല്ലാം അല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ കോക്കസ് എല്ലാം കൂടിയിട്ട്. ഇപ്പോഴും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും സാർ അത് പറയുമ്പോൾ ബഷീറിനെ കാറിടിച്ച് ശ്രീറാം വെങ്കിട്ടരാമൻ്റെ ആ അപകടം, ശ്രീറാം വെങ്കിട്ടരാമൻ ബഷീർ എന്ന് പറഞ്ഞൊരു സാധാരണ സിറാജിൻ്റെ, അതിലെന്താണ് ഇവിടെ പത്രപ്രവർത്തക യൂണിയൻ ചെയ്തത്? ഇന്ന് ഈ നിമിഷം വരെ ബഷീറിന് വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ തൻ്റെ ഇടം വേണം. നിങ്ങളിങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റിൽ നിങ്ങൾ ചെയ്ത ദുഷ്കർമ്മങ്ങളുടെ ഫലം ഒരുപാട് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് പിണറായി വിജയൻ. ഒരുപാട് കുഴപ്പത്തിൽ നിന്ന് 2.5 കോടി രൂപയുടെ കണക്ക് കൊടുക്കാനുണ്ട് KUWA പ്രസ് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട്. ഇന്ന് വരെ അത് ഇവരിൽ നിന്ന് തിരിച്ചു പിടിക്കണം എന്നൊക്കെ പറഞ്ഞ റിപ്പോർട്ട് ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ധനകാര്യ ഇൻസ്പെക്ഷനിൽ പോയി, ധനകാര്യമന്ത്രിക്ക് പോയി, മന്ത്രി അത് വീണ്ടും ഇൻസ്പെക്ഷനിൽ വിട്ടു, അവരത് വേറൊരാൾക്ക് വിട്ടു, പൊതുമരാമത്ത് വകുപ്പിന്, ഇങ്ങനെ കിടന്ന് കറങ്ങുകയാണ്. ഏത് നിമിഷവും പിണറായി വിജയൻ ആയുധം ഉപയോഗിക്കും. ഇങ്ങനെയൊക്കെയുള്ള പത്രപ്രവർത്തകർക്ക് നട്ടെല്ലോടെ ഉയർന്നു നിന്ന് സംസാരിക്കാൻ പറ്റാതെയാവും. അതാണ് കേരളത്തിലെ വേറൊരു കാര്യം കൂടെ ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതായത് ഇപ്പോൾ സാറ് മാതൃഭൂമിയിലെ 3 റിപ്പോർട്ടർമാരെ നമ്മുടെ ട്രെയിനിലെ കണ്ണൂരത്തെ ആ കേസില്ലേ, അതിപ്പോൾ എന്തുകൊണ്ടാണ് മാനേജ്മെൻറ്റ് ചിലപ്പോൾ ഒരു പക്ഷേ അവർ കൂടെ നിന്നെന്ന് വരില്ല സാർ. ഇപ്പോൾ എല്ലാ കാര്യത്തിനും മാനേജ്മെൻറ്റിൻ്റെ ഒരു പിന്തുണ ചിലപ്പോൾ ഇവർക്ക് കിട്ടിയെന്ന് വരില്ല. അവർക്ക് അവരുടെ തൊഴിൽ നോക്കണ്ടേ. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ എതിർ ശബ്ദത്തിൻ്റെ ശക്തി കുറയും. അതും ഒരു കാരണമായിക്കൂടെ?
അല്ല, പല കാരണങ്ങളും ഉണ്ടാവാം. കേരള കൗമുദി പത്രം പോലുള്ള പത്രമൊന്നും ആയിരിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ നേരത്തെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ താഴെ ഇറക്കി വയ്ക്കണം. കേരള കൗമുദി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ പ്രായോഗിക പത്രപ്രവർത്തനമാണ് നടത്തുന്നത്. ഇപ്പം ഡൽഹി ഖാൻ മാർക്കറ്റ് പത്രപ്രവർത്തകരുണ്ട്, ലുട്ടൻസ് പത്രപ്രവർത്തകരുണ്ട്, പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു രാവിലെ ഒരു 11 മണിയാകുമ്പോൾ വെള്ളം അടിച്ചുകൊണ്ട് ഇരിക്കുന്ന പരിപാടിയുണ്ട്. അവിടെ ഇരുന്ന് വാർത്തകളുണ്ടാക്കും. ഇത് ചെയ്യും. എനിക്ക് അങ്ങനെ ഡൽഹിയിൽ ഉണ്ടാക്കിയ വാർത്ത ഒരാൾ തന്നിട്ടുണ്ട്. അയാൾ പറഞ്ഞു, സാർ 1 മണിക്കൂർ കഴിയുമ്പോൾ ടി വിയിൽ ഇത് ഫ്ലാഷ് വരും, വിശ്വസിക്കരുത്, ഇത് ഞങ്ങളിപ്പോൾ തണ്ണി കമ്പനിയിൽ ഉണ്ടാക്കിയ വാർത്തയാണ്. പറഞ്ഞ പോലെ തന്നെ 1 മണിക്കൂറിനകം സംഭവം വരുന്നു. CPM പറ്റിയാണ് വാർത്ത. അല്ലാതെ ഏതെങ്കിലും വാർത്ത CPM MP ഗോവിന്ദനൊക്കെ പരിഭ്രമിച്ചു പോകുന്നു വാർത്ത കണ്ടിട്ട്. കാരണം എല്ലാ ചാനലിലും വന്നു. കാരണം അന്നൊരു ഡൾ ഡേ ആണ്. അതുകൊണ്ട് നോക്കിയപ്പോൾ ഒന്നും കിട്ടാനില്ല. ഇപ്പോൾ ഇവിടുന്ന് ഡൽഹിയിലെങ്കിൽ എന്തെങ്കിലും ഉണ്ടായെന്ന് പറഞ്ഞു. ഒരെണ്ണം ഉണ്ടാക്കി നമ്മൾ കൊടുത്തു. ഇതൊക്കെ ഇത് ശരി, നിഷ്കളങ്കമായ ചില മസാലയൊക്കെ ചേർക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതൊരു ടോട്ടൽ ഡിസോണസ്റ്റി വന്നു, പ്രത്യേകിച്ച് ചാനൽ രംഗത്ത്. അതുകൊണ്ട് ജനം വെറുത്തു. അതുകൊണ്ടാണ് വക്കീലന്മാർ ഇവരെ തല്ലിയപ്പോൾ കൊള്ളാമെന്ന് ജനം പറഞ്ഞത്. ഇവർ വക്കീലന്മാരെയും തല്ലിയത് വേറെ കാര്യം. നമ്മൾ ആ പറഞ്ഞു, ഞാൻ സാറിനോട് ചോദിക്കുക, അത് ഒരുപക്ഷെ അവരുടെ ഒരു പേടിയും ഭയവും കൊണ്ടാവത്തില്ലേ മാനേജ്മെന്റ് എപ്പോഴും അവരുടെ കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അതാണ് ഞാൻ ഒറിയാന ഫെലാച്ചിയുടെ ഉദാഹരണം പറഞ്ഞത്. ജീവൻ പണയം വെച്ചാണ് പത്രപ്രവർത്തനം നടത്തുന്നത്. അവർ മരിച്ചുപോയി. 2004-ലോ 2006-ലോ മറ്റും മരിച്ചുപോയി ആ സ്ത്രീ. അതാണ് പത്രപ്രവർത്തനത്തിന് അതിൻ്റെ റിസ്ക് ഉണ്ട്. അല്ലാതെ നിങ്ങൾക്ക് എനിക്കറിയാം ഈ KUWയുടെ ആവശ്യം എന്താ. ട്രേഡ് യൂണിയൻ ആക്റ്റിൽ ഉള്ള പ്രൊട്ടക്ഷൻ അവർക്ക് കിട്ടണം. അവർ പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? തൊഴിലെടുക്കാനുള്ള അവകാശം. പത്രപ്രവർത്തനം ഒരു തൊഴിലാണ്, ലേബർ. ഇതാണ് അതിനുള്ള അവകാശം. ശമ്പളം, പെൻഷൻ, ഈ 3 കാര്യം കിട്ടണം. അല്ലാതെ പത്രപ്രവർത്തകരുടെ ചുമതല എന്ന് പറയുന്നൊരു സാധനം അതില്ല. പത്രപ്രവർത്തനം ഒരു ട്രേഡ് യൂണിയൻ പ്രവർത്തനമല്ല. ഇവർ അതാക്കി മാറ്റി. അതുകൊണ്ടാണ് തൊട്ടനും പിടിച്ചതിനൊക്കെ ജാഥയൊക്കെ നടത്തുന്നത്. അതിന് UDF ഭരിക്കണം. LDF ഭരിക്കുമ്പോൾ ജാഥ നടത്തിയാൽ മുട്ടുകാലിൽ ഇടിക്കും. ഒരു ജാഥയും നടത്തില്ല. അല്ല സാർ, ഇപ്പോൾ നമ്മൾ സംസാരിച്ചപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ വിഷയം വന്നപ്പോൾ ഏഷ്യാനെറ്റിന് വേണ്ടി സംസാരിക്കുക ഏഷ്യാനെറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 24-ന് വേണ്ടി വിഷയം വന്നപ്പോൾ 2-3 ദിവസം എല്ലാവരും 2-3 ദിവസം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പോൾ നമ്മൾ കാണുന്നത് ജന്മഭൂമിയും ജനവും. നമുക്ക് കാത്തിരുന്ന് കാണാം എത്ര പേര് മുഖ്യധാരയിലുള്ളവർ ജനത്തിന് വേണ്ടിയും ജന്മഭൂമിക്ക് വേണ്ടിയും സംസാരിക്കുമെന്നുള്ളത്. സാർ, ഇത്തരത്തിൽ വലിപ്പച്ചെറുപ്പം പത്രപ്രവർത്തകർക്കിടയിൽ ഉള്ളതും ഒരു വലിയ കാര്യമാണ്, ഒരു വലിയ പ്രശ്നമാണ്. അത് വലിപ്പച്ചെറുപ്പം നോക്കിയിട്ടാണ് ഇപ്പം പ്രതിഷേധ പ്രകടനങ്ങൾ വരെ പോകുന്നത്. അതൊക്കെ തെറ്റല്ലേ? അങ്ങനെ അത് സാധിക്കുകയുള്ളൂ. വലിപ്പച്ചെറുപ്പം ആ പത്രങ്ങളുടെ ഇടയ്ക്കുണ്ട്. ഇപ്പോൾ മനോരമയുടെ ഒരു ലേഖകനെ കയ്യേറ്റം ചെയ്യുന്ന ഇമ്പോർട്ടൻസ്, തീരഭൂമി എന്ന് പറഞ്ഞിട്ട് ഒരു 1000 കോപ്പി അടിക്കുന്ന ഒരു ചെറിയ പത്രം, അതിൻ്റെ പത്രാധിപരെ പിടിച്ചുകൊണ്ട് പോയപ്പോലും ഉണ്ടാവില്ല. അല്ല, നമ്മൾ തീരഭൂമി എന്നും പറയണ്ട, നമ്മൾ ജന്മഭൂമിയെങ്കിലും ജന്മഭൂമിയായി കേരള ഇതൊരു ജീവിത യാഥാർത്ഥ്യമല്ലേ. വലിയ വമ്പൻ കോർപ്പറേറ്റുകൾ അവരുടെ പത്രം, അവരുടെ മാധ്യമം, അവരുടെ ചാനൽ, അതിൻ്റെയൊക്കെ ആളിനെ തൊട്ട് കഴിഞ്ഞാൽ വലിയ തീ പിടിക്കും. കൊച്ചു മനുഷ്യൻ ഒരു കൊച്ചു പത്രം നടത്തിക്കൊണ്ട് പോകുന്നു, അയാളെ തല്ലിക്കൊന്നാൽ പോലും ചോദിക്കാൻ ആരും ഉണ്ടാവില്ല. അപ്പം നമ്മൾ അതുകൊണ്ട് ഇവരെല്ലാം തുല്യമായ പരിഗണന കിട്ടണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇതിലൊരു സത്യസന്ധത വേണം. പരിഗണനയും മുൻഗണനയും ഇല്ല. ഇപ്പോൾ അത് ഉണ്ടാകുന്ന ഒരു ലക്ഷണം. കാരണം ഇവരെല്ലാം തന്നെ ഈ കോക്കസിൽ പെട്ടവരാണ്. അതുകൊണ്ടാണ് പ്രധാനപ്പെട്ട പത്രപ്രവർത്തകരൊക്കെ പുറകിലല്ലേ. അയ്യപ്പദാസ് നോക്ക്, ജോണി ലൂക്കോസ് ഇതിൽ എവിടെയെങ്കിലും ഇല്ല. ജോർജ് കള്ളിവയലുണ്ടോ? ഇല്ല. മാന്യന്മാർക്ക് ഇടപെടാൻ കൊള്ളാത്ത ഒരു ഏർപ്പാടാണ് KUWJ എന്ന് അവർക്ക് മനസ്സിലായി. ഇത് ഐസൊലേറ്റഡ് ദംസെൽഫ്. പിന്നെ അവര് എതിർക്കത്ത് പറയാനൊന്നും പോകുന്നില്ല. അവര് മാറിക്കൊടുക്കണം. എന്തെങ്കിലും എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. അതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ഇത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് അറിയാം. ഇവരുടെ ദൗർബല്യങ്ങൾ മുഴുവൻ, ഇവരുടെ വീക്ക് പോയിന്റ് മുഴുവൻ കടലാസിലായിട്ട് മുഖ്യമന്ത്രിയുടെ കയ്യിലിരിക്കുകയാണ്. ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ ഇങ്ങനെ ഒരു മുഖ്യമന്ത്രിയെ? അതേസമയം UDF BJP ആണ് ഭരിക്കുന്നെങ്കിൽ ഇവർ വലിയ ഡൽഹിയിൽ ഒരു പത്രപ്രവർത്തകനെങ്ങാനും ഒരു സ്കൂട്ടർ എങ്ങാനും മുട്ടിക്കഴിഞ്ഞാൽ നരേന്ദ്രമോദിയെ ചീത്ത വിളിച്ച് അന്ന് വൈകുന്നേരം ചർച്ച നടക്കും. പത്രസ്വാതന്ത്ര്യം ലംഘിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടെ ആളെ കൊന്നാൽ പോലും ചോദിക്കാൻ ആരുമില്ല. അപ്പം അത് ഇവർ തന്നെ ഉണ്ടാക്കി വെച്ച ഒരു സ്വയം കൃതാനർത്ഥമാണത്.
എത്രത്തോളം ഇങ്ങനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുമോ അവരുടെ തൊഴിലിടങ്ങളിൽ അവർക്ക് തൊഴിലെടുക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് ഇപ്പം തന്നെ നോക്കുന്ന ഈ മെയിൻ സ്ട്രീം മീഡിയ എന്ന് പറയുന്ന TV ചാനലുകൾ അതിൻ്റെ വ്യൂവർഷിപ്പ് തീരെ കുറഞ്ഞില്ല. ഇപ്പം എല്ലാവരും യൂട്യൂബിലല്ലേ കാണുന്നത്. മനോരമ ചാനൽ കാണണം എന്നുള്ള ആൾ പോലും യൂട്യൂബിലാണ് മനോരമ ചാനൽ കാണുന്നത്, TV-യേക്കാളും കൂടുതൽ. സാമൂഹിക മാധ്യമങ്ങളിലേക്ക് തന്നെ ആൾക്കാർ പോയി, സോഷ്യൽ മീഡിയ കയ്യിലേക്ക് പോയി. ഇതൊക്കെ ഇവരുടെ ഡിസോണസ്റ്റിയുടെ ഫലമായിട്ട് സംഭവിച്ചതാണ്. അല്ലെങ്കിൽ ഇത്രയും റീച്ച് കേരളത്തിൽ സോഷ്യൽ മീഡിയയ്ക്ക് ഉണ്ടാവില്ല. എന്തായാലും അതുകൊണ്ട് ഇവരും ഒരു ആത്മപരിശോധന നടത്തേണ്ടിയിരിക്കുന്നു. ഞാൻ തീർച്ചയായിട്ടും കേസ് എടുക്കപ്പെട്ട പത്രപ്രവർത്തകരുടെ കൂടെ തന്നെയാണ് ഞാൻ. പക്ഷേ പത്രപ്രവർത്തകർ പൊതുവെ ഒരു ആത്മപരിശോധന നടത്തേണ്ട സമയം, സ്വയം പരിശോധന, ആത്മപരിശോധന നടത്തേണ്ട സമയം കഴിഞ്ഞു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.